ഭൂമിയെ വിവാഹം ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അഞ്ജനയും ഭവാനിയും വന്നിരിക്കുകയാണ്. വിവാഹം ക്ഷണിക്കുക എന്നതിന് അപ്പുറം ഭൂമിയെ നാണം കെടുത്താനും ഇൻസൾട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. ഭൂമിക്ക് ക്ഷണക്കത്ത് കൊടുത്തിട്ട് അഞ്ജന പറയും, ഇത് എൻ്റെ വിവാഹമാണ്, നീ അജയനെ വിവാഹം കഴിക്കാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് നിന്നെ എനിക്ക് ക്ഷണിക്കണം എന്ന് തോന്നി, നീ വന്നിട്ട് എൻ്റെ വിവാഹം നേരിട്ട് കാണണം എന്നൊക്കെ പറയണം. പിന്നെ അഞ്ജന പറയാണ്, നിനക്ക് ഈ ഒരു ചെറ്റക്കുടിലിൽ കിടക്കുന്ന നീ അജയനെ ആഗ്രഹിച്ചപ്പോൾ നിൻ്റെ അത്യാഗ്രഹമല്ലേ, നീയും ശരിയല്ല, നിൻ്റെ അമ്മയും ശരിയല്ല. നിൻ്റെ അമ്മയാണെച്ചെങ്കിൽ ഒരു നാടക നടി, അവർക്ക് വേറെ ഏതോ ഒരു അഫെയർ ഉള്ള കാരണമാണ് അവർ നിൻ്റെ അച്ഛനെ കൊന്നതെന്നൊക്കെയാണല്ലോ നാട്ടിൽ പറയുന്നത് എന്നൊക്കെ. അപ്പോൾ ഭൂമിക്ക് ദേഷ്യം വന്നിട്ട് ഭൂമി പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നെക്കുറിച്ച് പറയാം, പക്ഷേ ഒരാവശ്യമില്ലാതെ എൻ്റെ അച്ഛനെയും അമ്മയും ഇതിലോട്ട് ചേർക്കരുത് എന്ന്. അപ്പോൾ ഭവാനി പറയും, നിൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ നല്ല സ്ത്രീ എന്നല്ലോ, നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ അടുക്കളക്കാരിയുടെ പണി ചെയ്യുന്ന അത്രയും അവസ്ഥയുള്ളൂ നിങ്ങൾക്ക്, എന്നിട്ട് നിനക്ക് അജയനെ കല്യാണം കഴിക്കണം, എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു. പിന്നെ നിൻ്റെ അമ്മ ഒരു നല്ല നടിയാണല്ലോ, അതേപോലെ തന്നെയാണ് നിൻ്റെ സ്വഭാവമൊക്കെ എന്തൊക്കെ പറഞ്ഞ് ഭൂമിനെ നാണം കെടുത്തുകയാണ്. അപ്പോൾ ഭൂമിക്ക് ദേഷ്യം വരും. ഭൂമി പറയും, എൻ്റെ അമ്മയോ എൻ്റെ അച്ഛനോ പറയും നിങ്ങൾക്ക് എന്താണ് അർഹത ഉള്ളത് എന്നൊക്കെ പറയണം. അപ്പോൾ ഭവാനി പറയും, നീ ഇപ്പോൾ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്, നിൻ്റെ അമ്മ ജയിലായിട്ട് പോലും നിനക്കൊരിത്തിരി പോലും വിഷമമില്ല, ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ കണ്ടവന്മാരെയൊക്കെ വിളിച്ച് കയറ്റാം ചെയ്യാം, അതുപോലെ കണ്ടവന്മാരുടെ കൂടെ കറങ്ങി നടക്കാം, ഒക്കെ ചെയ്യാമല്ലോ, നിനക്ക് നല്ല ഫ്രീഡം ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭവാനികളെ കളിയാക്കണം. അപ്പോൾ ഭൂമി പറയും, ഒറ്റയ്ക്ക് ജീവിക്കുന്ന പെണ്ണിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയാം, ഒറ്റയ്ക്ക് ജീവിക്കുന്ന പെണ്ണുങ്ങളെല്ലാം മോശമാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്, ഒറ്റയ്ക്ക് ജീവിക്കുന്ന പെണ്ണുങ്ങൾ തീയാണ്, അവർക്ക് ഇടവും ഫലവും നോക്കേണ്ട ആവശ്യമില്ല, അവർ കത്തി പടരും എന്നൊക്കെ പറഞ്ഞ് ഭൂമി നല്ല പറയാണ്. അങ്ങനെ നമ്മുടെ ഭവാനിയും അഞ്ജനയും കൂടി കല്യാണക്കത്ത് കൊടുക്കണം. കല്യാണക്കത്ത് കൊടുത്തിട്ട് പറയും, നീ എന്തായാലും കല്യാണത്തിന് വരണം എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കണം അവളെ. ഭൂമി കല്യാണക്കത്ത് നോക്കിയിട്ട് പറയും, ഞാൻ ഇത്രയും നേരം നിങ്ങളോട് മിണ്ടാതിരുന്നു, കാരണം എനിക്ക് അജയനെ വിവാഹം കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും ഞാൻ നിനക്ക് വേണ്ടിയിട്ട്, അതായത് നീ വിഷമിക്കേണ്ടല്ലോ, നീ എന്നെപ്പോലെ ഒരു പെണ്ണാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വിവാഹത്തിൽ നിന്ന് ഞാൻ പിന്മാറിയത്. പക്ഷേ ഇനി പിന്മാറാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ എന്തായാലും അജയനെ കല്യാണം കഴിക്കും എന്ന് ഭവാനിയോട് ഭൂമി പറയണം. അപ്പോൾ ഭവാനിക്ക് ഉള്ളിലൊരു പേടി വരും കേട്ടോ. അപ്പോൾ ഭവാനി പറയും, വാക്കുകൊണ്ട് പറയാൻ ഇപ്പോൾ എല്ലാവർക്കും എളുപ്പമാണല്ലോ, ഒരു ബുദ്ധിമുട്ടും ഇല്ല, നിനക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും വിളിച്ച് പറയാമല്ലോ എന്ന്. അപ്പോൾ ഭൂമി ഭവാനിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയണം, ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ അജയനെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞാൽ അജയനെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ഭൂമി ആ കല്യാണക്കത്ത് ഒരു പേന വെച്ചിട്ട് തിരുത്തുകയാണ്. അതിൽ അഞ്ജനയുടെ പേരിൻ്റെ പകരം ഭൂമിജ എന്ന പേര് എഴുതുകയാണ്. എന്നിട്ട് ഭവാനിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയും, ഇതിൽ ഒരു ചെറിയ മാറ്റമുണ്ട്, അപ്പോൾ ഞങ്ങളുടെ കല്യാണത്തിന് അമ്മയും മോളും കൂടി വരണം, തീർച്ചയായിട്ടും ഞങ്ങളുടെ കല്യാണം കാണണം എന്ന് പറഞ്ഞ് ഭൂമി അവരെ അധിക്ഷേപിച്ച് തിരിച്ചയക്കും. പിന്നെ നമ്മുടെ അജയും ആൽഫ്രഡും കൂടി സംസാരിക്കുന്നതാണ്. അപ്പോൾ അജയ് പറയണം ആൽഫ്രഡിൻ്റെ അടുത്ത്, അവളൊരു നല്ല പെൺകുട്ടിയാണ് ആൽഫ്രഡ്, അവൾക്ക് അവളുടെ സ്വഭാവങ്ങൾക്ക് നിനക്കറിയാമായിരുന്നിട്ട് നീ എന്തിനാടാ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് വിട്ടത്, അവൾ സമ്മതിക്കില്ല എന്ന് നിനക്ക് ഉറപ്പായിരുന്നില്ലേന്ന്. അപ്പോൾ ആൽഫ്രഡ് പറയും, നിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ വിട്ടു എന്നേ ഉള്ളൂ, അല്ലാണ്ട് അവൾ നല്ല കുട്ടിയാണെന്ന് നമുക്കറിയാം. ആൽഫ്രഡ് വേറൊരു കാര്യം കൂടി പറയും, ഭൂമിക്കാണെച്ചെങ്കിൽ അഞ്ജനയാണെങ്കിൽ ഭൂമിയെ ശത്രുവായിട്ടാണ് കാണുന്നത്, എന്നിട്ടും അഞ്ജനയുടെ ജീവിതത്തിൽ തകരണ്ടല്ല എന്ന് വിചാരിച്ച് ഭൂമി ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നു, എന്തൊരു പെണ്ണല്ലേടാ എന്നൊക്കെ പറയാണ്. അപ്പം അജയ് പറയും, അതെ അവൾ അത്ര നല്ല പെൺകുട്ടി തന്നെയാണ്, ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും വഴി നോക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അജയിൻ്റെ ഫോൺ റിങ് ചെയ്തത്. അപ്പോൾ അജയിൻ്റെ ഫോൺ നോക്കിയപ്പോൾ ഭൂമിയാണ്. അപ്പോൾ അജയ് പറയും, ആൽഫ്രഡ് നിൽക്ക്, ഇത് നോക്കി ഭൂമി വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അജയ് ഫോൺ എടുക്കുകയാണ്. അപ്പോൾ ഫോൺ എടുത്തു കഴിഞ്ഞപ്പം ഭൂമി പറയും, സാർ ഞാനാണ് ഭൂമിയാണ്, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു, സാറ് പറഞ്ഞ എല്ലാ കണ്ടീഷൻസിനും ഞാൻ ഓക്കെയാണ്, നിങ്ങളുമായിട്ടുള്ള വിവാഹത്തിന് ഞാൻ തയ്യാറാണെന്ന് അജയിൻ്റെ അടുത്ത് ഭൂമി പറയുകയാണ്. അപ്പോൾ അജയനാണെങ്കിൽ വളരെ സന്തോഷവും. അജയ് പറയും, താങ്ക് യു ഭൂമി, എന്താ ഇപ്പം അങ്ങനെ ഒരു മനംമാറ്റം ഉണ്ടാവാൻ കാരണമെന്ന് ചോദിച്ചു. എല്ലാം ആലോചിച്ചിട്ട് തന്നെയല്ലേ ഇങ്ങനെ തീരുമാനം പറയുന്നത് എന്നും ചോദിക്കും. അപ്പോൾ ഭൂമി പറയും, അതെ ഞാനൊക്കെ തീരുമാനിച്ചുറപ്പിച്ചത് തന്നെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്, ഇതിൻ്റെ വരുംവരായകളെക്കുറിച്ചൊക്കെ ഞാൻ ചിന്തിച്ചു, പക്ഷേ അതിനപ്പുറത്ത് ഞാൻ എൻ്റെ അമ്മയുടെ എൻ്റെ അമ്മയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം ഒരു ചിന്ത മാത്രമേ എൻ്റെ ഉള്ളിലുള്ളൂ, അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ എനിക്ക് സാറിൻ്റെ അടുത്ത് സംസാരിക്കണം, അപ്പോൾ സാറിൻ്റെ അടുത്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാറിന് ഫ്രീ ആവാൻ പറ്റുമോ എന്ന് ചോദിക്കണം, ഒന്ന് നേരിൽ കണ്ട് സംസാരിച്ചാൽ എനിക്കൊന്ന് ഉറപ്പായിരുന്നു എന്ന്. അപ്പോൾ അജയ് പറയാം, ഓക്കെ ഞാൻ ഇപ്പം തന്നെ വരാം, ഞാൻ വരേണ്ട സ്ഥലം എവിടെയാണെന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് അജയ് ഫോൺ കട്ട് ചെയ്യണം. അപ്പോൾ ഭൂമി പറയും, ശരി സാർ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഭൂമിയും ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ അപ്പോൾ
എന്നിട്ട് അജയ് ആൽഫ്രഡിൻ്റെ അടുത്ത് പറയുകയാണ്, ഇതേ ഭൂമിയാണ് വിളിച്ചത്, അവൾ വിവാഹത്തിന് സമ്മതിച്ചു എന്നാണ് പറയുന്നത്. എന്താ പെട്ടെന്ന് അവൾ മനംമാറ്റം ഉണ്ടാവാനുള്ള കാരണം എന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ എന്തായാലും അവൾ ഭൂമി സമ്മതിച്ചു എന്ന് പറയണം. അപ്പോൾ ആൽഫ്രഡും അജയും കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുകയാണ്, എന്തായാലും ഭൂമി സമ്മതിച്ചല്ലോ എന്ന്. അങ്ങനെ പിന്നെ അപ്പോൾ അജയ് പറയും, ഇതേ അവൾ നമ്മളോട് നേരിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നമുക്ക് നേരിട്ട് പോയിട്ട് സംസാരിക്കാം എന്ന് പറയണം. അപ്പോൾ ആൽഫ്രഡ് പറയും, ആ ശരി, നമുക്കിതൊരു ഹോട്ടലിൽ പോകാം എന്ന് പറഞ്ഞിട്ട് അവർ ഭൂമിയും അജയും ആൽഫ്രഡും കൂടിയിട്ടൊരു റെസ്റ്റോറൻറ്റിലോട്ട് എത്തുകയാണ്. അങ്ങനെ റെസ്റ്റോറൻറ്റിലെത്തിയിട്ട് 3 ജ്യൂസൊക്കെ പറയും. അങ്ങനെ ജ്യൂസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അജയ് ഭൂമിയോട് ചോദിക്കും, എന്താ ഇപ്പം ഞാനൊരു മനംമാറ്റം ഉണ്ടായതെന്ന്. അപ്പോൾ ഭൂമി പറയും, മനംമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അമ്മയെ രക്ഷിക്കണം, സാറൊരു പോലീസുകാരനാണ്, സാറിൻ്റെ കഴിവും പരമാവധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ സാറിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹ മണ്ഡപത്തിൽ വെച്ച് വിവാഹം കഴിക്കണമെന്നാണ്, അതിനും ഞാൻ തയ്യാറാണ്. പിന്നെ ഇതിൻ്റെ വരുംവരായകളൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല, എൻ്റെ അമ്മയെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ എന്ന് പറയണം. പക്ഷേ ഭൂമി പറയുമ്പോൾ എനിക്ക് 2-3 കണ്ടീഷൻസ് ഉണ്ട്, ആ കണ്ടീഷൻസും കൂടി ഞാൻ സാറിൻ്റെ അടുത്ത് പറയാം. അപ്പോൾ അജയ് പറയും, ശരി എന്നാൽ പറഞ്ഞോളൂ. ഭൂമി പറയും, എൻ്റെ ഈ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ മുന്നിൽ അഭിനയിക്കാൻ മാത്രമേ ഞാൻ തയ്യാറുള്ളൂ, അല്ലാതെ അതിനപ്പുറത്ത് നമുക്കൊരു ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. പിന്നെ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എൻ്റെ ഫ്രീഡത്തെ നിങ്ങൾ ചോദ്യം ചെയ്യരുത്, എനിക്ക് എൻ്റേതായൊരു ഫ്രീഡം ഉണ്ട്, എൻ്റെ വ്യക്തിത്വം ഉണ്ട്, അതിനെ നിങ്ങൾ ബഹുമാനിക്കുകയും ചെയ്യണം എന്ന് പറയണം. അപ്പോൾ അജയ് പറയും, അത് ശരി, ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു എന്ന്. പിന്നെ 3ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജയിൻ്റെ പൊസിഷൻ, അതായത് അജയ് ഒരു പോലീസുകാരനാണ്, അപ്പോൾ ആ ഒരു പവറും ഒക്കെ ഉപയോഗിച്ചിട്ട് ഭൂമിയുടെ അമ്മയെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ നോക്കണമെന്നും പറയണം. അപ്പോൾ അജയ് പറയും, ഇതൊക്കെ എനിക്ക് ഓക്കെയാണ്, ഇനി ഇതേ കണ്ടീഷൻസ് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മുടെ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറിലൊന്നും ഉണ്ടാവില്ല, അതായത് വെറും വിവാഹം മാത്രമായിരിക്കും. അപ്പോൾ എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ ശരിക്കും നമ്മളൊരു റിയൽ കപ്പിളാണ് എന്ന് കാണിക്കുന്ന രീതിയിൽ വേണം അഭിനയിക്കാൻ. പിന്നെ ഞങ്ങളുടെ വീടുകൾ അറിയാലോ, കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഉള്ള വീടാണ്, അപ്പോൾ അതിനനുസരിച്ച് പെരുമാറാൻ ശ്രമിക്കണം. ആ വീട്ടിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അതുപോലെ തന്നെ വേണം. പിന്നെ അഞ്ജനയുടെ വിവാഹം വരെയോ അല്ലെങ്കിൽ നയന തിരിച്ചു വരുന്നതും വരെയായിരിക്കും മാത്രമായിരിക്കും നമ്മൾ ഈ വിവാഹം തുടരുക എന്ന് പറയുകയാണ്. അപ്പോൾ ഭൂമി പറയും, ഇതൊക്കെ എനിക്ക് ഓക്കെയാണ്, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഞാൻ ഇതിനൊക്കെ തയ്യാറാണ്. പിന്നെ ഭൂമിയുടെ വിഷമം പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ശരിക്കും നല്ല വിഷമം തോന്നും കേട്ടോ. ഭൂമി പറയും, എൻ്റെ വിവാഹം കഴിഞ്ഞും ഇപ്പോൾ സാറ് എന്നെ ഉപേക്ഷിച്ചാലും ചിലപ്പോൾ ഞാനൊരു വിവാഹം കഴിഞ്ഞ സ്ത്രീ എന്നുള്ള രീതിയിലായിരിക്കും അറിയപ്പെടുക. അപ്പോൾ ഇനി വേറെ ഒരു ജീവിതത്തിൽ എനിക്കൊരു കൂട്ടുണ്ടാവുകയോ ഒന്നും അറിയില്ല. ചിലപ്പോൾ ജീവിതാവസാനം വരെ ഞാനൊരു കൂട്ടില്ലാതെ ആയിരിക്കും ചിലപ്പോൾ ജീവിക്കേണ്ടി വരിക. പക്ഷേ എങ്കിൽ പോലും ഞാനിതിന് തയ്യാറാവണം, ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല, എൻ്റെ അമ്മയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, അതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത് എന്ന് പറയുകയാണ് അഞ്ജന ഭൂമിയുടെ അടുത്ത്. ഭൂമി അജയിൻ്റെ അടുത്ത്. അങ്ങനെ അപ്പോൾ എന്നാൽ ശരി, നമുക്ക് കൈ കൊടുക്കാമല്ലേ എന്ന് പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൈ കൊടുത്തിട്ട് അതായത് ഒരു പുതിയ കോൺട്രാക്റ്റ് പോലെ തീരുമാനിക്കുകയാണ്. ഇവർ രണ്ടുപേരും കോൺട്രാക്റ്റ് ആയിട്ട് വിവാഹം കഴിക്കാമെന്ന്. അപ്പോൾ അജയിനോട് ഭൂമി പറയുകയാണ്, ഇനി സാറ് തീരുമാനിച്ച പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, സാറ് പറഞ്ഞതുപോലെ കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അവരവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇനി അടുത്ത എപ്പിസോഡിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയും അജയും വിവാഹം കഴിക്കുന്നതും അവർ സൗഭാഗ്യപുരത്ത് എത്തുന്നതൊക്കെയാണ് കഥ.